ഹലോ, എല്ലാവർക്കും സുഖല്ലേ? ഓണമൊക്കെ എവിടം വരെയായി? ഞങ്ങളിത് ചെറിയ രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കങ്ങനെ പുറത്ത് എവിടെ ഓണം സെലിബ്രേഷൻ ഒന്നും ഇതുവരെ പ്ലാനിങ് ആയിട്ടില്ല. അപ്പൊ എന്തായാലും വീട്ടിൽ തന്നെ ഒരു കുട്ടി സദ്യയൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കണം. അത്ര തന്നെ ഉണ്ടാവുള്ളൂ ഇവിടുത്തെ ഓണം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞാനും മെൽജോനും അങ്ങനെ പുതിയ ഓണക്കോടിയായിട്ടൊന്നും എടുക്കണില്ല. പക്ഷെ നമ്മൾ യെസുവിന് എല്ലാ കൊല്ലം ഓണക്കോടി എടുക്കാറുണ്ട്. അപ്പൊ യെസുവിന് വേണ്ടിയിട്ടുള്ള ഓണക്കോടിയുടെ തെരച്ചിലും പിന്നെ നമ്മൾ ചേച്ചിയുടെ കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായി. അപ്പൊ അന്നത്തെ കുറച്ച് വിഷ്വൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കാം, കണ്ടിട്ട് അഭിപ്രായം പറയാ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഷോപ്പിംഗ് തുടങ്ങിയത് മൂവല്ല ലുലു എന്നാണ് കേട്ടോ. ഓണത്തിന് ഒരു 3 ആഴ്ച മുന്നേ ഒരു വീക്ക് ഡേ ആണ് നമ്മളവിടെ പോയത്. പക്ഷെ അത് കുറച്ചധികം നേരത്തെ ആയിപ്പോയി. ആ വീക്കെൻഡ് തൊട്ടേ അവിടെ ഓണത്തിന്റെ പുതിയ കളക്ഷൻസ് വരുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടൊന്നും ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല സെലക്ട് ചെയ്യാനായിട്ട്. ആകെ 2 കളേഴ്സേ അവിടെ ബോയ്സ് സെക്ഷനിൽ ഇങ്ങനെ ഓണം ഡ്രസ്സ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്കത് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്നതാണ്. എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഓണത്തിന് മാത്രം ഇടാതെ പിന്നെയും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ മോഡലായിരുന്നു ഞാൻ നോക്കണ്ടായിരുന്നത്. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവൻ്റെ ഡ്രസ്സ് പിന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ആക്സസറീസ് നോക്കാൻ പോയി. ഞാൻ പൊതുവെ അങ്ങനെ വലിയ ആക്സസറീസ് യൂസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഓണത്തിനൊക്കെ ഡ്രസ്സ് ചെയ്യുമ്പോൾ കുറച്ച് വലുതൊക്കെ ഇടാൻ എനിക്ക് കുഴപ്പമില്ല. ഇവിടെ കണ്ടതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ജുംകാസും ബാംഗിൾസും ചെയിൻസും ഒക്കെയാണ് കണ്ടത്. എല്ലാം ഒരു 20 ബിലോ റേഞ്ച് വരുന്ന പോലത്തെ ആക്സസറീസ് ആണ് ഉണ്ടായിരുന്നത്. ഇയറിങ്സ് മാത്രമല്ല കേട്ടോ, ബാംഗിൾസിൻ്റെയും നല്ലൊരു കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റോൺസ് വെച്ചതും പിന്നെ അതെല്ലാം കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പോലത്തെ ബാംഗിൾസ് ഒക്കെ ഞാൻ അവിടെ കണ്ടു. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ആണ് കേട്ടോ ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. അങ്ങനെ ആക്സസറീസിന്റെ സെക്ഷനൊക്കെ ഒരുവിധം എല്ലാം നടന്ന് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗവൺമെന്റ് സെക്ഷനിലേക്ക് പോയി. അവിടെയും പുതിയ മോഡൽ വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോയ്സ് സെക്ഷൻ പോലെയല്ല, ഇവിടെ ലേഡീസ് ഗാർമെന്റ്സ് ഒക്കെ പുതിയത് വന്നിട്ടുണ്ടായിരുന്നു. ഓണം വെയർ ആയിട്ടുള്ള എയർലൈൻ കുർത്തീസും പിന്നെ ആലിയ കട്ട് കുർത്തീസും ഒക്കെ ഞാൻ അവിടെ കണ്ടു. ഒരുവിധം എല്ലാത്തിൻ്റെയും പ്രൈസ് റേഞ്ച് വരുന്നുണ്ടായിരുന്നു. ഒരു 80 dirhams to 100 dirhams ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരത്തെ റെഡി ആയിരിക്കാമെന്ന് വിചാരിച്ച് പോയത്. പക്ഷെ അവിടെ കളക്ഷൻസ് ഒന്നും വരാത്തതുകൊണ്ട് നമ്മൾ വെറും കൈയോടെ തിരിച്ചു പോന്നു. ഇനി അടുത്ത വീക്കെൻഡിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ആയപ്പോൾ നമ്മുടെ കൂടെ ചേച്ചിയും പൊന്നും മിന്നും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ജോളി ഷോപ്പിംഗ് ആയിരുന്നു നെക്സ്റ്റ് ഡേ. ആദ്യം നമ്മൾ പോയത് കിസീസ് കല്യാൺ സിൽക്സിലായിരുന്നു കേട്ടോ. അവിടെ ഓണത്തിന്റെ പുതിയ കളക്ഷൻസ് ഒക്കെ നല്ലത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് ഒരു ഉച്ച നേരത്തായതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായി സമാധാനമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റി. ചേച്ചിക്ക് ആദ്യം നോക്കിയത് നമ്മൾ റെഡിമെയ്ഡ് സെക്ഷനിലായിരുന്നു. അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 മോഡൽസ് നമ്മൾ ആദ്യം പോയി ട്രയൽ ചെയ്ത് നോക്കി. പക്ഷേ ട്രയൽ ചെയ്തപ്പോൾ ഫിറ്റിംഗ് ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു മെറ്റീരിയൽ നോക്കാമെന്ന്. മെറ്റീരിയൽ സെക്ഷനിൽ നമുക്ക് 2 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ മെറ്റീരിയൽ നമുക്ക് കിട്ടി. നമ്മളത് എടുക്കാമെന്ന് തീരുമാനിച്ചു. വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിലും ഈ മെറ്റീരിയൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നത്തെ ഷോപ്പിംഗ് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിരുന്നു. കാര്യം നമുക്ക് യെസുവിനെ നോക്കാൻ വേണ്ടി സ്പെഷ്യൽ എഫേർട്ട് ഇടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആയിരുന്നു. ചേട്ടൻ്റെയും ചേച്ചീൻ്റെയും കൂടെ ഫുൾ കളിക്കായിരുന്നു. അധികം തിരക്കില്ലാത്തതുകൊണ്ട് അവർക്ക് ഓടി കളിക്കാനും അത്യാവശ്യം സ്പേസും ഒക്കെ കിട്ടി. അങ്ങനെ അവർ നന്നായി എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ യെസുവിനുള്ള കുർത്തിയാണ് അവിടെ നോക്കിയത്. പ്ലെയിൻ സിൽക്കിന്റെ ഷർട്ട് അല്ലാതെ പ്രിന്റഡ് ആയിട്ടുള്ള കുർത്തിയോ ഷർട്ടോ എന്തെങ്കിലും നോക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേറെ എവിടെയെങ്കിലും നോക്കാന്ന് വിചാരിച്ച് പിന്നെ മുഹൈസിന മദീന മാളിൽ പോയി. അവിടെ നമ്മൾ എല്ലായിടത്തും നോക്കി. പക്ഷെ പിള്ളേർക്കുള്ള കളക്ഷൻ അധികം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ചേച്ചിക്ക് ഒരു കുർത്തിയും കൂടി എടുത്ത് നമ്മൾ അന്നത്തെ ഷോപ്പിംഗ് വൈൻഡപ്പ് ചെയ്തു. നമ്മൾ നന്നായി എൻജോയ് ചെയ്തൊരു ഷോപ്പിംഗ് ആയിരുന്നു അത്. അടുത്ത വീക്കെൻഡ് നമ്മൾ വീണ്ടും യെസുവിനുള്ള ഷർട്ട് തപ്പി ഇറങ്ങി. അവസാനം നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ പ്രിന്റഡ് ആയിട്ടുള്ള 2 ഷർട്ട് നമുക്ക് നെസ്റ്റോന്നാണ് കിട്ടിയത്. ഈ ബ്ലൂ ഷർട്ടും പിന്നെ ഒരു മെറൂൺ ഷർട്ടുമാണ് യെസുവിന് നമ്മൾ എടുത്തത്. പിന്നെയാണ് ഈ സൺഗ്ലാസ് കണ്ടത്. സൺഗ്ലാസ് യെസുവിന് എപ്പോഴും ഉള്ളൊരു വീക്ക്നെസ് ആണ്. അങ്ങനെ ഓണം ലുക്കിൻ്റെ കൂടെ ഇത് മാച്ച് ആവുമെന്ന് അറിയില്ല. എന്നാലും യെസുവിന് ഇഷ്ടപ്പെട്ടതല്ലെന്ന് വെച്ച് നമ്മൾ ഇതും വാങ്ങി. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് യെസുവിൻ്റെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. ഓണക്കല്ലേ വരുന്നത്. അപ്പോൾ കുറച്ച് വൃത്തിക്കൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. പൊതുവേ യെസുവിന് ഇതുവരെയൊക്കെ മുടി വെട്ടാൻ പോയപ്പോഴൊക്കെ യെസു നല്ല അടിപൊളിയായിട്ട് കരച്ചിലായിരുന്നു. നല്ല കരച്ചിലാണ്. യെസുവിനെ ഒരുവിധമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കിയിട്ടുണ്ട്. കാര്യം അവിടെ പോയി ഇരുന്ന് അവരാ ഒരു കവർ ഇടില്ലേ മേത്ത്, അത് ഇടുമ്പോഴേക്കും യെസു കരച്ചിൽ തുടങ്ങും. ഇവൻ മുടി വെട്ടി തുടങ്ങേണ്ട കാര്യം പോലുമില്ല, അതിന് മുന്നേ തന്നെ കരച്ചിൽ തുടങ്ങും. അപ്പൊ ഇത്തവണ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞ് എന്തായാലും യെസു കുറച്ച് മുടി വെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഓക്കെ. യെസു ലാസ്റ്റ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. യെസു കരയില്ല എന്നാണ് നമ്മുടെ അടുത്ത് പ്രോമിസ് ചെയ്തേക്കണേ. അല്ലേ യെസു? അല്ലേ? വീട്ടിൽ നിന്ന് വരുമ്പോ യെസു എന്താ പറഞ്ഞേ? യെസു കരയില്ല, യെസുവിന്റെ മുടി കുറച്ച് വെട്ടിക്കോ എന്ന് പറഞ്ഞില്ലേ യെസു? ആ
അപ്പൊ നമ്മളിന്ന് മുടിയിട്ടല്ലേ സഫാരി മാളില് മുടി വെട്ടാൻ പോവാ അല്ലേ? കരയില്ലല്ലോ? ഗുഡ് ബോയ് അല്ലേ? ചഫാരി മാളാ, ചഫാരി മാള്. ഞങ്ങൾ ചഫാരി മാളിക്ക് പോകണം ഗൈസ്. ഇതാണ് യേസുവിന്റെ ഏറ്റവും പുതിയ കണ്ണാട. എവിടെ പോയാലും ഏത് ഷോപ്പിൽ പോയാലും കണ്ണാടയുടെ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേസുവിന് എല്ലാ ഗ്ലാസും വെച്ച് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് പിന്നെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ, വേറെ പുറത്തേക്ക് കൊണ്ടുവരാനൊക്കെ ഭയങ്കര പാടാ. 1 2 3. അത് പൊട്ടി, അത് ഇനി നമുക്ക് കളയാം, അത് വേണ്ട, അതിനി വെച്ചാൽ ശരിയാവില്ല. ഇത് പറ്റിയിട്ടില്ലേ? ഇത് പൊത്തി, ഇത് പൊത്തി. കറിയില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണത്തിനുള്ള കുട്ടി ഒരുക്കങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം കിസ്ന. ഹാപ്പി ഓണം. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മള് അങ്ങനെയല്ല, അതിൻ്റെ ഒരു വ്ളോഗ് വീഡിയോ ആണ് ഇന്ന് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിയാണോ? ഇതുവരെ ശരിയാണോ കിട്ടുണ്ടി കേട്ടോ. ടെൻഷൻ ആവണു, എളുപ്പല്ല. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ അപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുന്നത്തെ കൊല്ലം ഒന്നും എൻ്റെ ഓർമ്മയിൽ നമ്മൾ ഓണക്കൂടി അങ്ങനെ പുതിയതായിട്ട് എടുത്തിട്ടില്ല. അത് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, എൻ്റെ മാതാവേ.